പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളോടുള്ള അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ സാന്നിധ്യത്തില് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണല്ലോ കർത്താവേ. അത് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ ഇടയാകട്ടെ. അതിനു വേണ്ട ഒരു തിരിച്ചറിവും ആഴപ്പെട്ട ബോധ്യവും നല്ല മനസ്സും എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിത മേഖലകളെ ഓരോന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ ശുശ്രൂഷയുടെ അനന്ത ഫലമായ അനുഗ്രഹമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയട്ടെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആഗമന കാലത്തിന്റെ വലിയ സന്ദേശം, ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആഗമനത്തിന്റെ വലിയ ഒരു ദൈവിക വിളിയാണ്, ദൈവിക പദ്ധതിയാണ്, ദൈവിക രഹസ്യമാണ്. കർത്താവിന്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, ആ കർത്താവിന് വേണ്ടി നിലവിളിക്കുന്ന മാറാനാത്ത, കർത്താവെ വേഗം വരണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വലിയൊരു വിളിയാണ്, വലിയൊരു ആഗ്രഹമാണ് ഈ ആഗമന കാലത്തിന്റെ വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിനു വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ അച്ഛൻ പറഞ്ഞു, കർത്താവിന്റെ നിയന്ത്രണത്തിലാണ് മനുഷ്യന്റെ ചരിത്രം മുഴുവനും മുന്നോട്ട് പോകുന്നത്. കർത്താവിന്റെ സാന്നിധ്യം എവിടെയുണ്ട്? പഴയ നിയമത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് 4-ാം അധ്യായത്തില് കായേന്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. കായേൻ എന്ന് പറയുന്ന മനുഷ്യൻ ആബേലിന്റെ സഹോദരങ്ങളായ കായേനും ആബേലും. ഈ കായേനെ കുറിച്ച് പറയുന്നത്, അവനില് കർത്താവ് സംപ്രീതനായില്ല. അവനിലും അവന്റെ കാഴ്ചവസ്തുക്കള്, ബലിവസ്തുക്കള്, ആദ്യം പറയാ അവനിലും, ഈ കായേനില് കർത്താവ് സംപ്രീതമാകാത്തതിന്റെ കാരണം എന്താണ്? കർത്താവ് തന്നെ പറഞ്ഞത്, മോനെ കായേൻ, നീ ഉചിതമായത് ചെയ്താൽ നീയും സ്വീകാര്യനാകത്തില്ലേ? നീ ഉചിതമായത് ചെയ്യണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന്റെ മകന്റെ സ്വാതന്ത്ര്യത്തോടെ, ചൈതന്യത്തോടെ, പരിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ അവനും സ്വീകാര്യനാകും. ഉചിതമായത് ചെയ്തില്ല കായൻ. അതുകൊണ്ട് അവൻ ദൈവസന്നിധിയില് സ്വീകരിക്കപ്പെടാതെ പോയി. ആ സ്വീകരിക്കപ്പെടാത്തവന്റെ ബലിവസ്തുക്കളുടെ മേലും കർത്താവ് പ്രസാദിച്ചില്ല. ആദ്യം കായേനാണ്, ആ വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, അതിന്റെ പേരില് കായേനെ ദൈവം സ്വീകരിച്ചില്ലെങ്കിൽ ആബേലിനെയും അവന്റെ ബലിവസ്തുക്കളെയും ദൈവം സ്വീകരിച്ചു. അതിൽ കായേൻ കോപിഷ്ഠനായി. അപ്പോഴാണ് അവന്റെ മുഖമാകെ പാടെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോ ദൈവം ചെന്ന് പറയും, മോനെ കായേനെ, നീ ഉചിതമായത് ചെയ്യടാ. നീ തമ്പുരാൻ, എന്റെ മോനല്ലേ, എന്റെ സ്വന്തമല്ലേ നീ അതുകൊണ്ട് നല്ല പോലെ ജീവിക്കും. നീ അങ്ങനെയൊക്കെ പറഞ്ഞ് നീയും സ്വീകരിക്കപ്പെടും, നീ ചെയ്യണ മോനെ. വളരെ സ്നേഹത്തോടെ ദൈവം ഇറങ്ങി വന്ന് അവന്റെ തോളത്ത് തട്ടിയിടുന്ന പോലെ പറയാം, മോനെ നീ സ്വീകരിക്കപ്പെടും. പക്ഷെ കായേൻ അതിന് കൂട്ടാക്കിയില്ല. ദൈവത്തെ കേട്ട് ഉചിതമായത് ചെയ്യാൻ മനസ്സ് വയ്ക്കാതെ അവൻ ഈ ആബേലിന്റെ ആ നന്മയും അവന്റെ ബലിവസ്തുക്കളിലുള്ള ദൈവത്തിന്റെ സ്വീകാര്യത കണ്ടിട്ട് അവൻ ആ ആബേലിനെ തന്നെ കൊല്ലാണ്. അവിടത്തേക്ക് അവന്റെ ക്രൂരത ദൈവം അത്രമാത്രം സ്നേഹിച്ച് പറഞ്ഞു. ഇന്ന് നമ്മുടെ പല മക്കളും അങ്ങനെയാ. ചില കാര്യങ്ങൾ ദൈവം പറയും, മോനെ തിരിച്ചു വാ, നീ നല്ലത് ചെയ്യ്, നീ മനസാന്തരപ്പെട്, നീ കർത്താവിന്റെ മോനല്ലേ, കർത്താവിന്റെ മോളല്ലേ, ഈ ബന്ധം വിട്, ഈ കൂട്ടുകെട്ട് വിട്. ഇങ്ങനെയൊക്കെ ദൈവം പറയുന്നുണ്ട്. ഓരോ മക്കളോട് ദൈവം പറയുന്നുണ്ട്. എന്നോടും നിന്നോടും നിന്റെ മക്കളോടും എല്ലാവരോടും ദൈവം പറയുന്നുണ്ട്, നീ ഉചിതമായത് ചെയ്യ്. നീ ദൈവത്തിന്റെ കുഞ്ഞ, ദൈവത്തിന്റെ കൂടെ വേണം. ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യ്, ദൈവം പറഞ്ഞ പോലെ ചെയ്യ്, നീയും സ്വീകാര്യനാകും. പക്ഷേ കായേൻ ചെയ്ത പ്രവൃത്തി, സ്വന്തം സഹോദരന് നന്മയുള്ള നിഷ്കളങ്കനായ ആ പ്രിയപ്പെട്ട അനുജനെ അവൻ കൊന്നുകളയാണ്. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട്, ആബേലിന്റെ നിഷ്കളങ്ക രക്തം പ്രതികാരത്തിൽ നിലവിളിക്കുമ്പോ
പിന്നീട് കായേനെ ദൈവം ശിക്ഷിക്കുക. കർത്താവ് പറയാ, നീ ചെയ്തതുകൊണ്ട് ഈ വക നാശങ്ങള്, തകർച്ചകള് എല്ലാവരാലും നീ ഉപേക്ഷിക്കപ്പെടും. ആബേലിന്റെ രക്തം നിനക്കെതിരെ നിലവിളിക്കുന്നുണ്ട് ദൈവസാന്നിധ്യത്തിൽ. അങ്ങനെ ശിക്ഷാവചനങ്ങൾ കേട്ടപ്പോ ഈ കായൻ എണ്ണിപ്പറക്കി പറയാണ്, എല്ലാവരും എന്നെ വെറുക്കും, ഞാൻ ആകപ്പാടെ നശിച്ചു, തകർന്നു. എണ്ണിപ്പറക്കുമ്പോ നമ്മുടെ ദൈവം വീണ്ടും ഇറങ്ങി വരിക. ഇല്ല കായൻ, ആരും നിന്നെ വിധിക്കില്ല, നിന്നെ ഉപദ്രവിക്കുന്നവനെ ഞാൻ പ്രതികാരം ചെയ്യും. എന്നിട്ട് അവന്റെ മേൽ ഒരു സംരക്ഷണ മുദ്ര വയ്ക്കാണ് ദൈവം. ഓർത്തു വയ്ക്കണം മക്കളെ, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ സ്നേഹം. പാപം ചെയ്ത്, ഇത്രമാത്രം തിന്മ ചെയ്ത്, ക്രൂരത ചെയ്ത്, കൊലപാതകം ചെയ്ത് ശപിക്കപ്പെട്ടവനെ പോലെ ആയിത്തീർന്നിട്ടും അവന്റെ നിലവിളിക്ക് പ്രത്യുത്തരമായിട്ട് ഇറങ്ങി വന്ന് സാന്നിധ്യം നൽകി വീണ്ടും ചേർത്ത് പിടിച്ച്, ഇല്ല, കർത്താവിന്റെ സംരക്ഷണ മുദ്ര അവന്റെ മേൽ വച്ചുകൊണ്ട് കർത്താവ് കായേനെതിരെ പ്രവർത്തിക്കുന്നവനെതിരെ കർത്താവ് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഠിന പാപിയായ കായേനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കാം. ഇതൊക്കെ ഓർത്തോക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏത് അവസ്ഥയിലും കർത്താവ് പാപം ചെയ്തു, കർത്താവ് പറഞ്ഞനുസരിക്കാതെ ചെയ്തു, എന്നിട്ട് ദൈവമേ എനിക്ക് രക്ഷയില്ലല്ലോ എന്ന് ഒന്ന് നിലവിളിച്ചപ്പോ ആ ദൈവം കരുണയോടെ ഇറങ്ങി വന്ന് കായന്റെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെടുന്ന മനോഹരമായ കരുണയുടെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഏതെല്ലാം തകർച്ചകൾ നേരിട്ടാലും, എന്തുമാത്രം അകൃത്യങ്ങൾ ചെയ്താലും, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കർത്താവേ അങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുക, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. അവിടെ അത് കണ്ടിട്ടിരിക്കാൻ പറ്റാത്ത ഒരു കാരുണ്യവാനായ കർത്താവ് നമ്മുടെ ദൈവം. നമ്മൾ ആരും നശിച്ചു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ദൈവം. ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും എന്നുള്ള പാട്ടുണ്ടല്ലോ, അതുപോലെ ഓടി വരും. അതാണ് നമ്മുടെ ദൈവം, കാരുണ്യവാനായ ദൈവം. നമുക്കിന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ഏതെങ്കിലും പാപത്തിന്റെ മേഖലയിലൊക്കെ കുടുങ്ങിടക്കുന്ന മക്കളെയൊക്കെ അങ്ങോട്ട് സമർപ്പിക്കുക. കർത്താവെ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി മാപ്പ് ചോദിക്കും. കയനെ പോലെ നശിച്ച് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞ അവസ്ഥയിൽ, അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ നീ ഇടപെടണം. ഇങ്ങനെ പോയാൽ എന്റെ കുടുംബം നശിക്കും, എന്റെ മക്കൾ നശിക്കും. കർത്താവേ കരുണയായിരിക്കണം, വേറൊരു രക്ഷയില്ല. എല്ലാവരും എന്നെ നശിപ്പിക്കുന്നു, എല്ലാവരും എന്നെ തകർക്കുന്നു, പ്രതികൂലങ്ങൾ എനിക്കെതിരെ നേരിടുന്നു, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ശപിക്കപ്പെട്ടവനെ പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു. എന്റെ കർത്താവേ, ആ നിമിഷം സാന്നിധ്യം ഇടപെടും, പരിഹാരം കണ്ടെത്തും. അതാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് ഏത് കണ്ടില്ലേ, അത്രമാത്രം ശപിക്കപ്പെട്ടവനെ പോലെ നിഷ്കളങ്ക രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന അവസ്ഥയിൽ പോലും ഇറങ്ങി വന്ന് അവന്റെ മേൽ കൃപ ചൊരിഞ്ഞ് ഇടപെട്ട് സംരക്ഷണം നൽകിയ കർത്താവിന്റെ സാന്നിധ്യ മുദ്ര നമ്മുടെ മേലും പതിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തില് കഴിഞ്ഞ മാസം കടങ്ങളുടെ പൊറുതിയെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഏത് കടത്തിന്റെ, ഏത് പൈശാചിക ബന്ധനത്തിലും കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടും, കടങ്ങൾ വീട്ടിക്കൊണ്ട് നമ്മൾ കണ്ടു. അതിന്റെ പൂർണ്ണതയിലേക്കാണ് കർത്താവിന്റെ സാന്നിധ്യത്തിൽ കായേനെ അനുഗ്രഹിച്ച കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തി, സംരക്ഷണത്തിന്റെ ശക്തമായ മുദ്ര നമ്മുടെ മേൽ പതിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വരും. ഈ അവസ്ഥയിലും നമുക്ക് വലിയ ദാഹത്തോടെ, വലിയ എളിമയോടെ കർത്താവിന്റെ സാന്നിധ്യം ഈ ഏതവസ്ഥയിലും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മൾ ആരാധനയിൽ ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഇടപെടും. വിളിച്ചുപേക്ഷിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിലാണോ, നിരാശയിലാണോ, തകർച്ചയിലാണോ, ഒത്തിരി ശിക്ഷാ വിധിയിലാണോ, അവിടെയും കർത്താവേ കായനെ പോലെ നമുക്ക് നിലവിളിക്കാം. ദൈവം ഇറങ്ങി വന്ന് ഇടപെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പാപികളെ തേടി വന്ന നല്ല ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യവും അങ്ങയുടെ വലിയ ഇടപെടലും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കായേൻ പാപം ചെയ്ത് സ്വന്തം സഹോദരനെ കൊന്ന് നിഷ്കളങ്ക രക്തം വീഴ്ത്തി, ആ നിഷ്കളങ്ക രക്തത്തിന്റെ പ്രതികാരത്തിലുള്ള നിലവിളി ഉയരുമ്പോഴും, അതിനെ ശിക്ഷ പേറുന്ന അവസ്ഥയിൽ പോലും
ഓ കർത്താവേ, ആ മകനെ കൈവിടാതെ അവന്റെ നിലവിളിക്ക് പ്രത്യുത്തരം എന്ന പോലെ ഇറങ്ങി വന്ന് അങ്ങയുടെ സാന്നിധ്യത്തില് ആ മകനെ അവിടുന്ന് അനുഗ്രഹിച്ചു. അങ്ങയുടെ സംരക്ഷണ മുദ്ര അവന്റെ മേൽ പതിച്ചു. ആരും ഉപദ്രവിക്കുന്നില്ലെന്ന് മാത്രമല്ല, കായനെ ഉപദ്രവിക്കുന്നതിനെതിരെ അങ്ങ് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ആ മകനെ അങ്ങ് ചേർത്ത് പിടിച്ചു. ഈശോയെ, അങ്ങയ്ക്ക് മാറ്റമില്ല. ഞങ്ങളെയും അതുപോലെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, ഒരു ശിക്ഷയ്ക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കാതെ, ഒരു ശത്രുവിന് വിട്ടുകൊടുക്കാതെ ഞങ്ങളെ അതുപോലെ സ്നേഹിച്ച് രക്ഷിക്കുന്ന കാരുണ്യമാണല്ലോ അവിടുത്തേത്. ആ വലിയ കരുണയിലേക്ക്, ആ വലിയ സ്നേഹത്തിലേക്ക്, ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, കുഞ്ഞുമക്കള് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സാന്നിധ്യം നൽകി, ഞങ്ങളുടെ മേൽ സംരക്ഷണ മുദ്ര പതിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെയും അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ, സംരക്ഷിക്കണമേ. അതിനായി കർത്താവേ, ഇന്ന് പ്രത്യേകമായ വിധത്തില് അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് അതിശക്തമായിട്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇടപെടണമേ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. കർത്താവേ, ഇന്നലകളിൽ അങ്ങിടപെട്ട പോലെ തന്നെ ഇന്നും ഇടപെടുന്ന സാന്നിധ്യമാണല്ലോ അങ്ങയുടെ സാന്നിധ്യം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കാണട്ടെ. അങ്ങയുടെ സാന്നിധ്യം ജനതകൾ കാണട്ടെ. അങ്ങയുടെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സംരക്ഷണ മുദ്ര ഞങ്ങളുടെ മേൽ അങ്ങ് പതിക്കണമേ. ഇവിടെ മക്കളെ ദിവ്യാനുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മേലുള്ള ശാപങ്ങളെയും നമ്മൾ നേരിടുന്ന ശിക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഈ തകർച്ചകളിലേക്ക്, ഈ ശിക്ഷകളിലേക്ക്, ഈ പരാജയങ്ങളിലേക്ക്, ഈ തടസ്സങ്ങളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവസ്ഥകളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഈശോ ഇതാ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യ ഈശോയെ, കായന്റെ ജീവിതത്തില് അതിശക്തമായി ഇടപെട്ടതുപോലെ ഇന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ അവസ്ഥകളിലും അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ. പരിതാപത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിനൊന്നും അസാധ്യമല്ല. കർത്താവിനൊന്നും അസാധ്യമല്ല. ഏത് തിന്മയെയും നന്മയാക്കി മാറ്റാൻ കർത്താവിന് പറ്റും. ഏത് ശാപത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവിന് പറ്റും. ഏത് കെട്ടും ഏത് തടസ്സവും ഏത് അടഞ്ഞതിനെയും പൊട്ടിക്കാനും തുറക്കാനും ഈശോയ്ക്ക് പറ്റും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ ഇടപെടലിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ ശക്തമായ മുദ്ര പതിച്ച് ആ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവേ, ഞങ്ങൾ നോക്കുന്നവര്, ഞങ്ങളെ കാണുന്നവര് ഞങ്ങളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം
കാണട്ടെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ. കർത്താവേ, ഇരുവൽ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ആരാധനയെ പങ്കെടുക്കുന്ന, ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, വസിക്കുന്ന വീടിനെ, ഇവരുടെ മക്കളെ, സാമ്പത്തിക മേഖല, പഠന മേഖല, ജോലി മേഖല, ഇവരുടെ ചില ശാപത്തിന്റെ മേഖലകള് എല്ലാറ്റിലും അങ്ങയുടെ സാന്നിധ്യം നൽകി അങ്ങയുടെ രക്ഷാകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ, കർത്താവിന്റെ വലിയ സാന്നിധ്യം, ഇടപെടല്, ഈ മേഖലകളൊക്കെ നിറയപ്പെടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ ശക്തി എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ മക്കളും ഇപ്പോൾ സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും പ്രാപിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം വലിയ ശക്തിയായ സാന്നിധ്യമാണ്. കാദേശ് മരുഭൂമിയെ ഉറപ്പിക്കുന്ന സാന്നിധ്യം, പാറയെ തകർക്കുന്ന സാന്നിധ്യം, കാറ്റിനെ അടക്കുന്ന സാന്നിധ്യം, കടലിനെ ശാന്തമാക്കുന്ന സാന്നിധ്യം. കർത്താവെ, ആ പ്രവൃത്തികൾ ഇപ്പോൾ ഈ മക്കളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തെ ഓർത്ത്, അവിടുത്തെ ഇടപെടലിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, എന്റെ ജീവിതത്തിൽ എന്ന പോലെ എന്റെ ജീവിതത്തിലും കുടുംബത്തിലും എന്റെ മക്കളിലുമൊക്കെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി പുറപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, സംരക്ഷണ മുദ്ര പതിക്കപ്പെടട്ടെ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.